السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹം നിറഞ്ഞളെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ദിവസം നാം ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ആ ഒരു 100 പ്രാവശ്യം നിങ്ങൾ രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ നമുക്ക് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം മാത്രമല്ല, ധാരാളം പ്രതിഫലം അള്ളാഹു തആല നമുക്ക് തരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ പറഞ്ഞാൽ ഫീ യൗമി മിഅത മറ കാനത് ലഹു അദ്ല 10 റിഖാബ് വകുതിബത് ലഹു മിഅതു ഹസനത്തിൻ ومحيط عنه 100 صية وكانت له حرزا من الشيطان يومه ذلك حتى يمسي ولم يأتي أحد بأفضل مما جاء به إلا رجل عمل أكثر منه. വളരെ പ്രധാനപ്പെട്ട ഹദീസിലൂടെ പറയാണ്, റസൂലുള്ളാഹി പറയാണ്, ഒരു ദിവസം ഒരാൾ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞാൽ 100 പ്രാവശ്യം ചൊല്ലിയാൽ കാനത് ലഹു അദ്ല 10 റിഖാബ് 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ്. 10 അടിമകളുണ്ടെങ്കിൽ അതിനെ മോചിപ്പിച്ചതിനുള്ള പ്രതിഫലം നമുക്ക് ഈ ചൊല്ലിയാൽ കിട്ടും. ഓ കുത്തിബത്തിലവും 100 ഹസനാത്തുകൾ അവർക്ക് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. 100 ഹസനത്തുകൾ ഇവിടെ എഴുതി വെക്കുക. എപ്പോൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 ഹസനത്തും 10 ആളുകളെ മോചിപ്പിച്ചതിൻ്റെ കൂലിയും, പിന്നെ മുഹയ്യത്ത് അൻഹു 100 ഹസയ്യത്തിൻ 100 സയ്യാത്തുകൾ നമ്മൾ ചെയ്തു പോയ ചെറുദോഷങ്ങളൊക്കെയും അതുകൊണ്ട് മായ്ക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ വലഭാഗത്ത് 100 ഹസനത്ത് എഴുതുമ്പോൾ ഇടഭാഗത്തുള്ള തെറ്റുകൾ 100 എന്താക്കും, മായ്ച്ചു കളയുന്നുണ്ട്. അത്തായുംസിയ വൈകുന്നേരമായവരെ വലം യഹതി അഹദുൻ മിന ശൈത്താനി ഹിർസും വഖാതില ഹിർസും മിന ശൈത്താനി യൗമുഹു ദാലിക അത്തായുംസിയ അന്ന് രാവിലെ അവൻ ചൊല്ലിയാൽ വൈകുന്നേരമാകുന്നത് വരെ അവൻ്റെ ശൈത്താൻ്റെ ശർറുകളിൽ നിന്ന് കാവലാണ് ഈ ദിക്ർ ചൊല്ലിയാൽ. മാത്രമല്ല വലം യഹതി അഹദും യഫ്ളല മിമ്മാ ജാ ബിഹി അവനേക്കാൾ അന്നത്തെ ദിവസം കൊണ്ടുവന്നതിനേക്കാൾ ഏറ്റവും ഫളലായ ദിക്ർ വേറെ ആൾ കൊണ്ടുവന്നിട്ടില്ല. റജുലുൻ അമില അക്തറ മിൻഹു ഈ വ്യക്തി കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്ർ 100 പ്രാവശ്യം ഒരുത്തരം പറഞ്ഞാൽ ആ ദിവസത്തിൽ അവൻ അതിനേക്കാൾ ഏറ്റവും ഫളലായി കൊണ്ടുവന്നത് അവരെക്കാൾ വേറെ ആളില്ല എന്നാണ് ഈ ഹദീസിലൂടെ അവളോട് പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നവർ മുഴുവനും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ സ്വീകരിച്ച ഉടനെ എന്ത് ചെയ്യാം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു 10 മിനിറ്റ് മതി 100 പ്രാവശ്യം ചെല്ലാൻ. അത് ചെല്ലിയാൽ എത്ര പ്രതിഫലമാണുള്ളത്? 10 ആളുകളെ മോചിപ്പിച്ചതിൻ്റെ കൂലിയും 100 തെറ്റുകൾ മായ്ക്കുന്നതിൻ്റെ കൂലിയും 100 ഹസനാത്തുകൾ ഇവിടെ രേഖപ്പെടുത്തുന്ന കൂലിയും, മാത്രമല്ല ശൈത്താൻ്റെ ശർറ് വൈകുന്നവരെ നിന്നെ കാവലുണ്ടാകുന്നതിൻ്റെ കൂലിയും, അന്നത്തെ ദിവസം നീ ഈ ദിക്റ് കൊണ്ടതിനേക്കാൾ ഏറ്റവും ഖൈറായത് വേറെ ആൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. അതാണ് പറയുന്നത്, അക്സറ ഇല്ലാ റജുലും അമില അക്സറ മിൻഹു അതിനേക്കാൾ ഏറ്റവും വലിയ കൊണ്ടുവന്ന് കാണുന്നില്ല. പിന്നെ പറഞ്ഞു നോക്കാൻ മൻകാന സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഫീ യൗമിൻ 100 പ്രാവശ്യം വെറും സുബ്ഹാനല്ലാഹി ബിഹംദി മാത്രം ഒരാൾ കൊണ്ടുവന്നാൽ, സുബ്ഹാനല്ലാഹി ബിഹംദി 100 പ്രാവശ്യം കൊണ്ടുവന്നാൽ ഖതായാഹു അവൻ്റെ ദോഷങ്ങളൊക്കെ നീക്കപ്പെടുന്നു, മായ്ച്ചു കളയുന്നു. ഇൻകാത്ത് മിസ്ല സബദിൽ ബഹർ അത് ഈ കടൽ തീരത്തിലുള്ള തൊരമാലകളെപ്പോലെ ചെറുദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവ ഇന്ന് മായ്ച്ചു കളയുന്നതാണെന്ന് മുത്തവക്കുൻ അലിയ ഹദീസാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബിലൂടെ കാണുന്ന മുഅ്മിനീങ്ങളോട് അവർക്ക് പറയാനുള്ളത്, ഈ ചെറിയ 10 മിനിറ്റ് കൊണ്ട് ചെല്ലിയാൽ തീർക്കാൻ പറ്റുന്ന ദിക്ർ നമ്മൾ ചെല്ലിയാൽ കിട്ടാൻ പോകുന്ന മഹത്വം അത് വലുതാണ്. അത് ചെറുതല്ല, വലുതാണ്. നിങ്ങൾ 1 മണിക്കൂറല്ല 2 മണിക്കൂർ വാഴ്ന്നു പറഞ്ഞാലും നിങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും ചിലപ്പോൾ വീട്ടിൽ പോയാൽ ഉണ്ടാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ടൂലൂടെ 5 മിനിറ്റ് കാണുന്നുവെങ്കിലും
ഇങ്ങനെയുള്ള മഹത്തമായ ഇൽമുകൾ അത് വലിയ മഹത്വമുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. വെറും 100 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അത് 100 പ്രാവശ്യം രാവിലെ ചൊല്ലിയാൽ ഈ 10 അടിമകളെ മോചിപ്പിച്ചത് കൂലി. അതുപോലെ 100 ഹസനാത്തുകൾ എഴുതി വെക്കുന്നു, 100 സയ്യാത്തുകൾ മായ്ച്ചു കളയുന്നു. അതുപോലെ അന്നത്തെ ദിവസം വൈകുന്നേരം ശൈത്താൻ്റെ ശർറിൽ നിന്ന് അല്ലാഹുവിൻ്റെ കാവലുണ്ടാകുന്നു. നിങ്ങൾ കൊണ്ടതിനേക്കാൾ ഏറ്റവും അഫ്ളലായ ദിക്ർ ഒരാൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നു. ഇത്രയും മഹത്തായ ദിക്ർ നിങ്ങൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. 100 വട്ടം ചെല്ലിയാൽ മതി ഒരു ദിവസം രാവിലെ. അതുപോലെ തന്നെയാണ് സുബ്ഹാനല്ലാഹി ബിഹംദി നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾ 100 അതുപോലെ നിങ്ങൾ 100 പ്രാവശ്യം ചെല്ലിയാൽ ഹുത്തത്ത് ഖതായാഹു നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു മായ്ക്കുന്നു. വൈൻകാനത്ത് മിസ്ല സബദിൽ ബഹർ കടൽ തീരത്തിലുള്ള തിരുമാലകളെ പോലെയുള്ള അത്രയും ചെറുദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതിലൂടെ മായ്ച്ചു കിട്ടാൻ അത് സബബായി കിട്ടും എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മിനിറ്റ് 10 കൊണ്ട് തീർക്കാൻ പറ്റുന്ന ദിക്ർ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ടൂറിലൂടെ കാണുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെല്ലണം. നിങ്ങൾ ഇത് മറ്റിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാത്തിലേക്കും അല്ലാഹുവിൻ്റെ ദീൻ പരന്നുകൊണ്ട് പോകണം. എന്നിട്ട് ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കണം. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ല ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് ദുആരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനൊക്കെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. നല്ല കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം. ചിലപ്പോൾ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ദിവസം നിങ്ങൾ ഇങ്ങനത്തെ യൂട്യൂബിലൂടെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്, നിങ്ങൾ കേൾക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.